അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. ദുഹാ നമസ്കാരത്തിലെ ചില കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും. ആൻസർ: ദുഹാ നമസ്കാരം സുന്നത്തായ പ്രധാനപ്പെട്ട നമസ്കാരമാണ്. ദുഹാ നമസ്കാരത്തിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന പേര് പറയാം. സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരും ദുഹാ നമസ്കാരത്തിനുണ്ട്. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പാപങ്ങളിൽ നിന്നും തൻ്റെ തിന്മകളിലിരുന്നും ഖേദിച്ച അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ് അവ്വാബീൻ എന്ന് പറഞ്ഞ് മഹരീബിനും ഇശാവിനും ഇടയിലുള്ള 6 റക്അത്ത് അവ്വാബീൻ നിസ്കാരം. ഇത് ശരിയല്ല, ബിദ്അത്താണ്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ദുഹാ നമസ്കാരം നിർവഹിക്കാം. സൂര്യൻ ആകാശമധ്യത്തിന് എത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ നമസ്കരിക്കാം. ഇതിൻ്റെ റക്അത്തുകൾ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത് മുതൽ കൂടുതൽ 8 റക്അത്ത് വരെ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് വരെ നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നാം നിസ്കരിക്കാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞിരുന്നു, തൻ്റെ ആത്മമിത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകി, അത് ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതായത് ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നമസ്കരിക്കുക, 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുക, ഓരോ മാസവും അയ്യാമുൽ ബീളിൻ്റെ 3 നോമ്പ് വയ്ക്കുക. ഇതിൽ രണ്ടാമതായി പറഞ്ഞത് ദുഹാ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ സന്ധി ബന്ധങ്ങൾക്കും സദക്കയുണ്ട്. അള്ളാഹുവിനെ വാഴ്ത്തുന്നത് അല്ലെങ്കിൽ സ്തുതികൾ അർപ്പിക്കുന്നത് സദക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു പറയുന്നത് സദക്കയാണ്. എല്ലാ തക്ബീറുകളും സദക്കയാണ്. നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നത് അല്ലെങ്കിൽ തിന്മയെ തടുക്കുന്നതും സദക്കയാണ്. മേൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും തുല്യമാണ് 2 റക്അത്ത് ദുഹാ നമസ്കരിക്കുന്നത്. ദുഹാ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രതിഫലമുള്ളതാണ്. സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതാണ്, എന്നും നമസ്കരിക്കുക എന്നുള്ളത് നല്ലതാണ്. സാധ്യമാകുമ്പോൾ നിസ്കരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തുകൊണ്ടാണ് പല മനുഷ്യരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്? ഇൻഷാ അല്ലാഹ്.